Next one, page number 33. Sorry, 34. Functions of block level. Okay. A block committee makes plan for the development of the whole block. A team to experts in various fields such as agriculture, animal husbandry, veterinary medicine, healthcare, education, and rural industries are posted at the block level. They work under the jurisdiction of the committee. These experts, known as extension officers, help villagers in various ways. The expert in agriculture advises them about better variety of seeds, pesticides, and new methods of cultivation. The expert in animal husbandry tells them about better breeds of cattle and the upkeep. Educational experts maintain schools and organize literacy programs. The guidance on healthcare and family welfare is also provided. From block സമിതിയുടെ functions എന്തൊക്കെയാ block സമിതിയുടെ functions? ഇപ്പൊ മറ്റേ ഇതിന്റെ പറഞ്ഞില്ലേ, ഇതിന്റെ വില്ലേജ് ലെവലിൽ പറഞ്ഞു. വില്ലേജ് ലെവലില് നമ്മളെന്ത് പറഞ്ഞു? ടാക്സ് കളക്ട് ചെയ്യുക, വാട്ടറിന്റെ മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ അഗ്രികൾച്ചർ, അതുപോലെ പ്രൈമറി എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, പിന്നെ വെൽഫെയർ ഓഫ് ചിൽഡ്രൻ, അല്ല ഇതൊക്കെ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ ഇതൊക്കെ അതിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് ലെവലിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ബ്ലോക്കിന്റെ പ്ലാൻ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ഹോൾ ബ്ലോക്ക്, എല്ലാ ബ്ലോക്കുകളുടെയും ഡെവലപ്മെന്റ് പ്ലാൻ ചെയ്യാം. ബ്ലോക്കിന്റെ മുഴുവൻ ഡെവലപ്മെന്റും പ്ലാൻ ചെയ്യുന്ന ആരാണ്? ഈ ബ്ലോക്ക് സമിതിയാണ്. മാത്രമല്ല, എ ടീം ഓഫ് എക്സ്പേർട്സ് ഇൻ വേരിയസ് ഫീൽഡ്സ് സച്ച് ആസ് അഗ്രികൾച്ചർ, animal husbandry, veterinary medicine, healthcare, education, and rural industries are posted at the block level. ബ്ലോക്ക് ലെവലിൽ കുറെ ആൾക്കാരെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതിലൊക്കെ? അഗ്രികൾച്ചറിലുള്ളവരെ, ആനിമൽ ഹസ്ബൻഡറിയില്, അതുപോലെ വെറ്റിനറി മെഡിസിൻ, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരെ ഇവിടെ പോസ്റ്റ് ചെയ്യും. നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും ബ്ലോക്കിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടാറുണ്ട് അല്ലെ? ഇവരെന്ത് ചെയ്യുന്നറിയോ? ബെറ്റർ വെറൈറ്റി ഓഫ് സീഡ്സ് പ്രൊവൈഡ് ചെയ്യും. നല്ല നല്ല വിത്തുകൾ, അതുപോലെ പെസ്റ്റിസൈഡ്സ്, വളങ്ങളും കാര്യങ്ങളൊക്കെ, ആൻഡ് ന്യൂ മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ, പുതിയ കൾട്ടിവേഷൻ മെത്തേഡ്സ് ഒക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യും. ഇതൊക്കെയാണ് ബ്ലോക്ക് ലെവലിന്റെ ഡ്യൂട്ടി. മനസ്സിലായോ? ബ്ലോക്ക് ലെവലിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാ? advises them about better variety of seeds, pesticides, and new methods of cultivation. Expert animal husbandry tells them about better breeds of cattle and the keep. These are the functions of block samiti. Then next one, sources of income. ഇതൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം? വരുമാനം വേണം അല്ലെ? എങ്ങനെ കിട്ടും വരുമാനം? ജസ്റ്റിസ് ക്യാമറ ഓഫ് ആക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇടക്കിടക്ക് കൈ ഇങ്ങനെ പോകും, ജസ്റ്റ് ക്യാമറ ഓഫ് ആക്കും. അപ്പൊ ഞാൻ വിചാരിക്കും ഇപ്പൊ ക്യാമറ ഓഫ് ആവുമെന്ന് വിചാരിക്കുന്നത് ക്യാമറ ഓഫ് ആയി വേണ്ട. ഇനി നമുക്ക് ബ്ലോക്കില് വേണ്ട ഇൻകം, ക്യാഷ് എങ്ങനെ കിട്ടും? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താനുള്ള ക്യാഷ് നേരത്തെ നമ്മൾ പറഞ്ഞു. അവര് ടാക്സ് കളക്ട് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ എന്താ പറയാ, രജിസ്ട്രേഷൻ ചെയ്യുന്നതിലൂടെ, പിന്നെ സ്റ്റേറ്റിലുള്ള ഗ്രാൻഡ്, ഇതൊക്കെയാണ് വില്ലേജ് ലെവലിലുള്ള പഞ്ചായത്തിന്റെ ഇൻകം എന്ന് പറയുന്നത്. പക്ഷെ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് ബ്ലോക്ക് പഞ്ചായത്ത് എന്തായിരിക്കും നോക്കാം. ഒന്ന്, ടാക്സസ് ഫ്രം ഹൗസസ്, ലാൻഡ് ആൻഡ് ക്യാപിറ്റൽ. പിന്നെ ഇൻകം from lease of samiti, land for organizing fairs, grants and assistance from the state government. നേരത്തെ മുമ്പിലെ പറഞ്ഞ സംഭവം തന്നെയാണ് ഇവിടെ ഈ ബ്ലോക്ക് സമിതിയിൽ കിട്ടുക. ബ്ലോക്ക് സമിതി needs funds to implement the its program. There is a state finance commission which makes a recommendation of the state government about the taxes, duties, toll and fees which may be charged by the panchayat. Normally, the block samiti has following source of income. നേരത്തെ പറഞ്ഞ അതേ ലെവലിലാണ് നമുക്ക് ഈ ബ്ലോക്ക് പഞ്ചായത്തിന് ഇൻകം കിട്ടുക. മനസ്സിലായില്ലേ? അതായത് എങ്ങനെ ടാക്സ് കളക്ട് ചെയ്യും, ഹൗസിന്, അതുപോലെ ലാൻഡിന്, പശു, ക്യാറ്റിനൊക്കെ
ചാർജ് ആക്കുന്ന ടാക്സ് അത് ഏതിലേക്കാ പോവാ? ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ്. അതുപോലെ പിന്നെ ആ ബ്ലോക്കിൽ വരുന്ന ഈ ആനുകൂല്യം ബ്ലോക്ക് പഞ്ചായത്തിനാണ്. പിന്നെ ഓർഗനൈസേഷൻ ഫെയർസ് ഒക്കെ നടത്താറില്ലേ, ഓർഗനൈസിംഗ് ഫെയർസ്, ആ സമയത്ത് കിട്ടുന്ന ചാർജും ഇവർക്കാണ്. ആർക്ക്? ബ്ലോക്ക് പഞ്ചായത്തിന്. പിന്നെ നമ്മൾ പറഞ്ഞു ഗ്രാന്റ് എവിടുന്ന് കിട്ടും? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അക്കൗണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിന് കിട്ടുന്ന ആ ഒരു വരുമാനത്തിൽ നിന്ന് ഗ്രാന്റ് ആർക്ക് കൊടുക്കും? ബ്ലോക്ക് പഞ്ചായത്തിന് കൊടുക്കും. അപ്പൊ നമ്മൾ ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാണില്ലേ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആണെന്ന്, ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും റോഡിന് ഇത്ര പൈസ അനുവദിച്ചു, ബ്ലോക്ക് പഞ്ചായത്തിന് അങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മൾ കാണാറില്ലേ? ഓക്കെ, ഒന്ന് വായിച്ചിട്ട് പെട്ടെന്ന്. സോഴ്സ് ഓഫ് ഇൻകം. വായിക്ക് മോനെ നിജാദേ, ഇങ്ങോട്ട് നോക്കാ, ടെക്സ്റ്റ് നോക്കി വായിക്കടാ. ഹെവനെ, ഹെവൻ അങ്ങോട്ട് നോക്കി സംസാരിക്കാനല്ല പറഞ്ഞത്, അത് വായിക്കാനാ പറഞ്ഞത്. സോഴ്സ് ഓഫ് ഇൻകം. എന്റെ കുരുത്തക്കേട് ഞാൻ മാറ്റാട്ടോ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. കാണുന്നില്ലല്ലോ ഹെവനെ ഇപ്പൊ. അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് അങ്ങനെ വായിക്കും. ഞാൻ അങ്ങോട്ടേക്ക് പോണ്ട, എനിക്ക് ഇതിനെ കാണണം. അങ്ങനെ വായിക്കും. ലാസ്റ്റ് വൺ ആണ് ഡിസ്ട്രിക്ട് ലെവൽ അല്ലേ? വില്ലേജ് ലെവൽ പറഞ്ഞു, ബ്ലോക്ക് ലെവൽ പറഞ്ഞു, അടുത്തത് ഡിസ്ട്രിക്ട് ലെവൽ. ജോയൽ വായിക്കുന്നതാണോ കാണുന്നത്? ഒരു സത്യം ഞാൻ പറയട്ടെ, ഇതിൽ വസുദേവ് വായിച്ചിട്ടില്ല, ജോയൽ വായിച്ചിട്ടില്ല, ഹെവൻ ഇപ്പൊ ഞാൻ പറഞ്ഞത് പിന്നെ വായിച്ചു. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് വൺ ഡിസ്ട്രിക്ട് ലെവൽ. ലാസ്റ്റ് വൺ ഡിസ്ട്രിക്ട് ലെവൽ. ജില്ലാ പരിഷത്ത്. ഇപ്പൊ വില്ലേജ് ലെവലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വില്ലേജ് ലെവലില് ഗ്രാമസഭ, പിന്നെ ബ്ലോക്ക് ലെവലില് ബ്ലോക്ക് സമിതി, തേർഡ് വൺ ഡിസ്ട്രിക്ട് ലെവലില് ജില്ലാ പരിഷത്ത്. ഓക്കെ, then Sila Parishad. The Sila Parishad is the body at the apex of the Panchayat Raj system. As the name signifies, it is a body at the district level. A district was an important unit in the administrative setup even during British rule. High-level officials such as district collector, the superintendent of police, the district judge function from district headquarters. The Sila Parishad is responsible for the development of rural areas of the whole district. നമ്മുടെ സിലാ പരിഷത്ത് എന്ന് പറഞ്ഞത് ഹോൾ ഡിസ്ട്രിക്ട്, ഒരു ഡിസ്ട്രിക്ട് മുഴുവനാണ് ഇത് വരിക സിലാ പരിഷത്ത് അല്ലെ? ഗ്രാമപഞ്ചായത്ത് വരുന്ന ആ പഞ്ചായത്ത് മുഴുവൻ, അതുപോലെ ബ്ലോക്ക് സമിതി വരുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലാണ്. അതേപോലെ തന്നെ സിലാ പരിഷത്ത് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണ്, ഒരു ഡിസ്ട്രിക്ട് മുഴുവനാണ് ഏത്? ഡിസ്ട്രിക്ട് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നതാണ് ഏത്? സിലാ പരിഷത്ത്. ഇനി സിലാ പരിഷത്തിൽ നോക്കൂ നിങ്ങള്, ഹൈ ലെവൽ ഒഫീഷ്യൽസ്, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആരൊക്കെ? ഡിസ്ട്രിക്ട് കളക്ടർ, ജില്ലാ കളക്ടർ, പിന്നെ സൂപ്രണ്ട് ഓഫ് പോലീസ്, പോലീസ് സൂപ്രണ്ട് അല്ലെ, പോലീസ് സൂപ്രണ്ട്, പിന്നെ ഡിസ്ട്രിക്ട് ജഡ്ജ്, ജില്ലാ ജഡ്ജ്, ഇവരൊക്കെ ഏതിലാ വരിക? ഫങ്ഷൻ ഫ്രം ദ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടർ. അപ്പൊ നമ്മൾ പറഞ്ഞു ജില്ലാ പരിഷത്ത് എന്ന് പറയുന്നത്, ജില്ലാ പരിഷത്ത് റിലേറ്റഡ് വിത്ത് ഡിസ്ട്രിക്ട്. എന്താ പറയാ, high officials such as superintendent of police, collector of district collector, then
district judge, etc. are function from the district headquarters. Then adinte composition nokam. Sila Parishad is also an elected body. Chairpersons or block promukhs of block Samiti also represented in Sila Parishad. As in the block Samiti, members of the state legislature, Vidhan Sabha or Vidhan Parishad, the members of parliament, that is Lok Sabha or Rajya Sabha, are members of the Sila Panchayat. Sila Parishadile memberമാർ ആരൊക്കെയാ? Sila Parishadile memberമാരെ നമ്മൾ പറഞ്ഞു Sila Parishadine നമ്മൾ elect ചെയ്യുന്നതാണ്. മെമ്പർ ഇതേപോലെ തന്നെ നമ്മൾ പഞ്ചായത്ത് മെമ്പർമാരെ ഒക്കെ തെരഞ്ഞെടുക്കുന്ന പോലെ പഞ്ചായത്തിലെ പാർട്ടിയെ പഞ്ചായത്തിലെ ഭരണം തെരഞ്ഞെടുക്കുന്ന പോലെ നമ്മൾ Sila Parishadiനെയും നമ്മൾ തന്നെയാണ് സെലക്ട് ചെയ്യുക അല്ലേ? അതെ. ഇനി as in the block സമിതിയിലെ പോലെ തന്നെ ആരൊക്കെ ഇവിടെ മെമ്പർമാരെ? ബ്ലോക്ക് സമിതിയിൽ നമ്മൾ പറഞ്ഞു ആരാ? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, അതായത് MLA, പിന്നെ MP, മെമ്പർ ഓഫ് പാർലമെന്റ് അല്ലെ? ദീസ് ആർ ദ മെമ്പേഴ്സ് ഇൻ ബ്ലോക്ക് സമിതി. അതുപോലെ തന്നെ Sila Parishadiലെയും മെമ്പർമാർ ആരാണ്? ഇവർ തന്നെയാണ്. ആര്? ഈ ലോക്സഭയിലെയും രാജ്യസഭയിലെ മെമ്പർമാരെ, അതുപോലെ വിധാൻ പരിഷത്തിലെ മെമ്പർമാര്, വിധാൻ സഭയിലെ വിധാൻ പരിഷത്തിലെ മെമ്പർമാർ, ഇതൊക്കെ തന്നെയാണ് എവിടെ? ബ്ലോക്ക് സമിതിയിലെ മെമ്പർമാര്. മനസ്സിലായോ? ഈ മൂന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അതിന്റെ ഫംഗ്ഷൻ കൂടെ പറയാം. നമുക്ക് ഈ ലെസൺ പെട്ടെന്ന് നിർത്താം. നിങ്ങൾ കുറച്ച് നേരത്തെ വിടാം. നല്ല വൃത്തി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ 10-15 മിനിറ്റ് നേരത്തെ വിടാം. ശ്രദ്ധിക്കാം. അതിന്റെ ഫംഗ്ഷൻ, Sila പരിഷത്തിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. Sila Parishad gives advice, help and support to Gram Panchayat and Block Committee. It informs the state government about the being done by these two bodies. The Sila Parishad also supervises the implement of projects under the 5-year plan. It monitors agricultural production is various development works taken up under the community development program of the district. ഇത്രേ ഉള്ളൂ ഈ നമ്മുടെ Sila Parishadന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആരെ കൺട്രോൾ ചെയ്യാ? ബ്ലോക്ക് സമിതിയെയും പിന്നെ ഗ്രാമപഞ്ചായത്തിനെയും കൺട്രോൾ ചെയ്യാം അല്ലെ? ഇതാണ് ആരുടെ ഡ്യൂട്ടി? Sila Parishadന്റെ ഡ്യൂട്ടി. അപ്പൊ Sila Parishadന്റെ കീഴിലാണ്, ഡിസ്ട്രിക്റ്റിന്റെ കീഴിലാണ് ഏത് രണ്ടും വരുന്നത്? ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും വരുന്നത് അല്ലേ? നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും? ഗ്രാമപഞ്ചായത്തിന്റെ തൊട്ട് മുകളിൽ വരുന്നത് ബ്ലോക്ക് പഞ്ചായത്തായിരിക്കും. അതിന്റെ മുകളിലാണ് ഏത് വരിക? Sila Parishad വരിക. ഈ Sila Parishad എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെ കാര്യങ്ങൾ നോക്കുക. ആരുടെ? Sila Parishad കയ്യിലാണ്. Sila Parishadന്റെ അടിയിൽ വരുന്ന ബ്ലോക്ക് സമിതിനെയും അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെയും കാര്യങ്ങൾ നോക്കുക ആരാണ്? ഈ Sila Parishad. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? ഇനി അതിന്റെ സോഴ്സ്, അതിനെവിടുന്നാ സോഴ്സ് കിട്ടുക? ഇത്രയും നേരം നമ്മൾ പറഞ്ഞു ഇതിനൊക്കെ സോഴ്സ് നമ്മള് ബിൽഡിംഗ് ടാക്സും അതുപോലെ ലാൻഡ് ടാക്സും പിന്നെ ഗ്രാൻഡ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ടാക്സ് ഗ്രാൻഡ് ഒക്കെയാണ് ഈ ഇൻകം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ Sila Parishadനുള്ള ഇൻകം എവിടുന്ന് കിട്ടും നോക്കാം. As in the case of block committee, Sila Parishad also collect funds by levying taxes on water, pilgrimage and markets. ടാക്സിൽ നിന്നാണ് ഇവർക്കും വരുമാനം കിട്ടുക. ഏതൊക്കെ ടാക്സ്? ബിൽഡിംഗ് ടാക്സ്, പിന്നെ പിൽഗ്രിമേജ്, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്ന് ടാക്സ് ഈടാക്കുന്നുണ്ട്, പിൽഗ്രിമേജ് ടാക്സ് ഈടാക്കുന്നുണ്ട്, പിന്നെ മാർക്കറ്റിൽ നിന്ന് ടാക്സ് ഈടാക്കുന്നുണ്ട്. ഈ ടാക്സ് ഒക്കെ എങ്ങോട്ടാ പോവുക? Sila Parishadനാണ്. പിന്നെ but the total yield is small. It also raises money by renting out shops and houses that it owns. However, it depends largely on the grant received from the state government. എന്ത് കിട്ടുന്നുണ്ട് ഇവർക്ക്? ഈ ടാക്സ് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഏത്? വാട്ടർ ടാക്സ്, വെള്ളത്തിന് ടാക്സ് ഉണ്ട് നമുക്കറിയാം. മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെയുള്ള സമ്പത്തോടെ പോയി കഴിഞ്ഞാല് വാട്ടർ ടാക്സ് ഉണ്ട്, പിന്നെ പിൽഗ്രിമേജ് ടാക്സ്, മാർക്കറ്റ് ടാക്സ്, ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മുടെ Sila Parishad എടുക്കും. മാത്രല്ല ഇറ്റ് ഓൾസോ റേസസ് മണി. അവരെന്ത് ചെയ്യും? വാടക കൂട്ടും. കുറച്ച് മാത്രമേ ഇല്ലെങ്കിൽ, മണി കുറവാണെങ്കിൽ അവര് വാടക കൂട്ടും. ഇതിൽ നിന്നൊക്കെ അത് കൂടാതെ സ്റ്റേറ്റ് ഗവൺമെന്റും ഇവർക്ക് എന്ത് കൊടുക്കും? ഗ്രാന്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത പാരഗ്രാഫ് നിങ്ങൾ വായിച്ചു നോക്കുക. നമ്മൾ എടുത്ത കാര്യങ്ങൾ തന്നെ ഒന്ന് റിവൈസ് ചെയ്യുന്നേ ഉള്ളൂ. അടുത്ത സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് പഞ്ചായത്ത് രാജിലെ അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഈ ലെസൺ നമുക്ക് ഏകദേശം തീർന്നു.
ഇത്രയും നേരം പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടെയാണ് ഇതിലുള്ളത്, ഈ താഴെ പാരഗ്രാഫിലുള്ളത്. നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ഇടയിൽ ഹെവൻ 2-3 പ്രാവശ്യം കൈപ്പൊക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു ഹെവ പറഞ്ഞോ? അല്ല, ഞാൻ എന്റെ ഈ മൊബൈലിൽ നെറ്റില്ല, അപ്പൊ അമ്മേന്റെ മൊബൈലിന് നെറ്റ് എടുക്കാനായിട്ട് അനിയത്തിനോട് പറഞ്ഞു. ഈ ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കൂ മക്കളെ. ആ പാരഗ്രാഫ്, ഈ ലെസൺ മുഴുവൻ ഒന്ന് വായിച്ചു നോക്കിയ പെട്ടെന്ന് ആ 3 ലെവലും അതിന്റെ ഫങ്ഷൻസും അതിന്റെ ഇൻകവും ഒന്ന് വായിച്ചു നോക്കിയ പെട്ടെന്ന് നിങ്ങളെ ഞാൻ വിടാം. വായിച്ച ആൾക്കാരെ മാത്രം ലീവ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. പെട്ടെന്ന് വായിച്ചേ. വായിച്ചോ? നാദിനെ കണ്ണിന്ന് വെള്ളം വരുന്നുണ്ടോ? കണ്ണുവേദന എടുക്കുന്നുണ്ടോ? ഹെവൻ വായിച്ചോ? ഹലീമ വായിച്ചോ? ഹലീമ is laughing there. What happened? Huh? Any joke is there?
Halima. What are you doing? Just വായിച്ചു. നിങ്ങളുടെ ഹോംവർക്ക് ഇതിലെ ടിക്ക് ദ കറക്റ്റ് ആൻസർ, റൈറ്റ് ട്രൂ ഓർ ഫാൾസ് കണ്ടുപിടിക്കുക. ആൻസർ കണ്ടുപിടിക്കുക, എനിക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ടിക്ക് ദ കറക്റ്റ് ആൻസർ ആൻഡ് ട്രൂ ഓർ ഫാൾസ്. All of you please find the answers of pick the correct answer and true or false. വായിച്ചു കഴിഞ്ഞില്ലേ വസുദേവേ? 10-12 മിനിറ്റ് കൂടി ഉണ്ടാവും. 10-12 മിനിറ്റ് ഉണ്ട്. ആ മിനിറ്റ് നിങ്ങൾ കളിക്കാൻ നിങ്ങൾക്ക് തന്നു കേട്ടോ. കണ്ടിന്യൂസ് ആയി 3 അവർ ക്ലാസ്സിൽ ഇരുന്നതുകൊണ്ട് നിങ്ങൾ കളിക്കാൻ കിട്ടും. അപ്പൊ എല്ലാവരും ബുക്ക് ക്ലോസ് ചെയ്തിട്ട് കളിക്കാൻ പോയിക്കോട്ടോ. ഓക്കെ, ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. എക്സാമിന്റെ കാര്യം മറന്നൂടെ മക്കളെ, എക്സാം ഓർക്കണേ. ഓക്കെ.